ദ ജേർണലിസ്റ്റിലേക്ക് ലോകമാകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക മൂന്നാം ഘട്ട ആണവ ചർച്ചയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വ്യാഴാഴ്ച രാവിലെ തന്നെ ഈ യോഗവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുണ്ടാകും. ഉച്ചയോടുകൂടി യോഗം ആരംഭിക്കും. വൈകിട്ടോടുകൂടി യോഗത്തിൻ്റെ അന്തിമ തീരുമാനം എന്താണെന്ന് പുറത്തു വരികയും ചെയ്യും. ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ ഇറാന് സംഭവിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നത്തെയും പോലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യഘട്ട ചർച്ച നടക്കുന്നതിന് തൊട്ടു മുമ്പും ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു ഭീഷണി ഇറാന് നേരെ മുഴക്കിയിരുന്നു. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുമ്പും ഇറാന് നേരെ സമാനമായ ഭീഷണി ആവർത്തിക്കാൻ ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ചർച്ച നടക്കുന്നതിന് മുമ്പും ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലും വലിയ ഭീഷണി ട്രംപ് കൃത്യമായി സ്പെസിഫിക്കായി ഇതിനു മുമ്പ് ഒരു തവണ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അത് ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ ബോംബ് വാഹിനി വിമാനമായ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കും എന്നുള്ളതായിരുന്നു അത്. പക്ഷെ അതുകൊണ്ടൊന്നും ഇറാൻ്റെ നിലപാടുകളെ മയപ്പെടുത്താനോ ഇറാനെ സറണ്ടർ ചെയ്യിക്കാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം പകൽ പോലെ വ്യക്തമാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകരുമെന്നും ആയത്തുള്ള അലി ഖാംനെയി എന്ന അവരുടെ പരമാധികാരി അല്ലെങ്കിൽ ആത്മീയ ആചാര്യൻ സ്ഥാനഭ്രഷ്ടനാകുമെന്നും ഇറാനിലെ ഇസ്ലാമിക ഭരണം ഉടൻ അവസാനിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഇവിടെ വ്യാജ വാർത്തകളും വീഡിയോകളും സൃഷ്ടിച്ചവരൊക്കെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുതൽ അല്ലെങ്കിൽ സമീപ ദിവസങ്ങളായി പരിപൂർണ നിശബ്ദതയിലാണ്. കാരണം ഇറാൻ്റെ കയ്യിലേക്ക് മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതോടെ ഇവരുടെ പല സ്വപ്നങ്ങളും തകർന്നടിയുകയാണ് എന്നുള്ളതാണ് ഇതോടൊപ്പം സാന്ദർഭികമായി പറയാനുള്ളത്. എന്തായാലും ചർച്ചയ്ക്ക് തൊട്ടു മുൻപ് ഇറാൻ അതിശക്തമായ പ്രഹരങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്നത് തുടരുകയാണ്. അല്ലെങ്കിൽ അതിശക്തമായ ചില പ്രഹരങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ സൈനിക അഭ്യാസമാണ്. 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇറാൻ്റെ കരസേന അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ട്രയൽ പേർഷ്യൻ ഗൾഫ് തീരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, അതായത് ഇറാനിൻ്റെ തീരത്ത് അമേരിക്കയുടെ പടക്കപ്പലുകൾ നിൽക്കുകയാണ്, ഈ പടക്കപ്പലുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഇറാന് നേരെ നടത്തിയതിനു ശേഷം ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്കൻ സൈന്യം കടന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നത് സംബന്ധിച്ചുള്ള ട്രയലുകൾ ഇറാൻ പേർഷ്യൻ ഗൾഫ് തീരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് മിസൈലുകൾ അമേരിക്കൻ പടക്കപ്പലുകളെയും ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയും പ്രത്യേകിച്ച് ജോർദാനിലെ സൈനിക കേന്ദ്രത്തെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം 100 കണക്കിന് ഡ്രോണുകളുടെ ഒരു പരീക്ഷണ പറക്കലും ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഹരം ട്രംപിന് ഇറാൻ നൽകിയത് ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന നയങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച ഒരു അന്തിമ നിർദ്ദേശം ഒമാന്, മധ്യസ്ഥ രാജ്യമായ ഒമാന് ഇറാൻ കൈമാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനപ്പുറം ഒന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞിരിക്കുന്നു. ഇതിനെ ഒരു വജ്രായുധ പ്രയോഗമായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ യുദ്ധ നിരീക്ഷകരുൾപ്പെടെയുള്ളവർ ഈ ഇറാൻ്റെ നീക്കത്തെ ഒരു വജ്രായുധം ഉപയോഗിക്കുന്ന രീതിയിലാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ സകല നിലപാടുകളെയും ഊതി വീർപ്പിച്ച ബലൂൺ കണക്ക് കുത്തിപ്പൊട്ടിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാകുന്ന ട്രംപിൻ്റെ സകല അഹങ്കാരവും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരൊറ്റ പ്രയോഗം, അതാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. മറ്റ് പല രീതിയിലുള്ള സന്നാഹങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചറുകൾ വാങ്ങുന്നു. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് കൂടുതൽ കപ്പൽ വേധ മിസൈലുകൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു. റഷ്യയുമായി ഒരു അടിയന്തര കരാറിൽ ഒപ്പുവയ്ക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മറ്റൊരെണ്ണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ നിരവധിയായ നീക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് അമേരിക്കയുടെ അന്ത്യശാസനത്തെ പോലും മറികടക്കുന്ന വിധത്തിൽ ഈ അന്ത്യശാസനമാണ് അമേരിക്കയുടെ വജ്രായുധം. അമേരിക്ക എപ്പോഴും
യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുമ്പോഴൊക്കെ അമേരിക്ക പ്രയോഗിക്കുന്ന വജ്രായുധം എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ അവസാനിപ്പിച്ച് കളയും, ഏറ്റവും മോശമായത് സംഭവിക്കും, നിങ്ങൾ തകർന്ന് തരിപ്പണമാകും, ഭരണമാറ്റമുണ്ടാകും, ഖാംനെയെ വധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അമേരിക്ക പലപ്പോഴും വജ്രായുധമായി ഉപയോഗിക്കുന്നത്. ഈ വജ്രായുധം എന്ന പ്രയോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഏറ്റവും മികച്ച, തകർക്കാൻ കഴിയാത്തൊരു ആയുധം എന്ന നിലയിലാണ്. അതായത് ഒരു യുദ്ധ സാഹചര്യത്തിൽ വിജയിക്കാൻ വേണ്ടി, അന്തിമ തീർപ്പുണ്ടാക്കാൻ വേണ്ടി, എതിരാളിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിലായി എതിർപക്ഷത്ത് നിൽക്കുന്നവർ പ്രയോഗിക്കുന്ന ആയുധമാണ് ഈ വജ്രായുധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനെ തകർക്കാൻ കഴിയില്ല, അത് അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വെപ്പണാണ്. അപ്പോൾ അത് ഏറ്റവും ഒടുവിലായിരിക്കും, അന്തിമ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലായിരിക്കും അത് പുറത്തെടുക്കുക. അപ്പോൾ അത്രയും നിർണായകമായ ചില തീരുമാനങ്ങളാണ് ഇറാൻ ഒരു വജ്രായുധം എന്ന നിലയിൽ പ്രയോഗിക്കുന്നത്. അല്ലെങ്കിൽ മിസൈലുകളോ ഡ്രോണുകളോ അല്ലെങ്കിൽ അമേരിക്ക വെറുതെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കപ്പലുകളോ പോലുള്ള പ്രയോഗങ്ങളല്ല, ഇത് നടപടിയുള്ള കാര്യമാണ്. ഇറാൻ അവസാനമായി പറയുന്നു ഒമാനോട്, ഞങ്ങളുടെ ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല, ഞങ്ങളുടെ തീരുമാനങ്ങൾ, ഞങ്ങളുടെ നിലപാടുകൾ അത് പാറ പോലെ ഉറച്ചതാണ്, ഞങ്ങൾ അതുപോലെ തന്നെ നിലകൊള്ളുകയാണ്. അതായത് ഒരു വശത്ത് ആയുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, പ്രതിരോധ സാമഗ്രികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, സന്നാഹങ്ങളും വിന്യാസങ്ങളും വർദ്ധിപ്പിക്കുന്നു. റഷ്യയും ഇറാനുമായി ചേർന്ന് വലിയ തോതിലുള്ള റഷ്യയും ചൈനയുമായി ചേർന്ന് വലിയ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഒപ്പമാണ് ഈ പറയുന്ന നിലയിൽ ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് കുറെ കൂടി കൃത്യമായ താക്കീത്, വെല്ലുവിളി അമേരിക്കയ്ക്ക് നൽകുന്നത്. നോക്കുക, ജൂണിൽ ഇറാന് നേരെയുണ്ടായ ഒരു ആക്രമണം, അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഇറാൻ വ്യക്തമായി മനസ്സിലാക്കി. പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുടെ കുറവുണ്ട് എന്ന് ഇറാൻ വ്യക്തമായി മനസ്സിലാക്കി. അതിനുശേഷം ഇറാനിലൊരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. അവിടെയും ഇൻ്റലിജൻസ് വീഴ്ചയും അതിനെ അടിച്ചമർത്താനുള്ള ആയുധങ്ങളുടെ കുറവടക്കമുള്ള പല കാര്യങ്ങളും ഇറാന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന വിധത്തിൽ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ശക്തമായി നിലയുറപ്പിച്ച് മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇറാൻ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ചാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമായി തന്നെ ഇറാൻ അമേരിക്കയോട് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ സംയുക്ത സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്ൻ്റെ മുന്നറിയിപ്പിനെ തുടർന്ന്, അത് പുറത്തു വന്നതിനെ തുടർന്ന്, വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടതിനെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിരോധത്തിലാണ്. അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി പറയുന്നത്, ഇപ്പോൾ ഇറാനുമായി യുദ്ധം ചെയ്താൽ അത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും, വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഒരു വശം മാത്രം ചിന്തിച്ചാൽ പോരാ, ഇറാനെ എങ്ങനെയെങ്കിലും ആക്രമിക്കണമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, ആ യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, തിരിച്ചടികളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാൻ തയ്യാറാകണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇറാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് സംയുക്ത സൈനിക മേധാവി കൂടി പറഞ്ഞതോടെ വലിയ അപകടാവസ്ഥയിലേക്ക് അമേരിക്ക പോവുകയാണ്. എന്ന് മാത്രമല്ല, ഇറാൻ സേന അവരുടെ തീരത്ത്, സദേൺ തീരത്ത് വലിയ തോതിലുള്ള സന്നാഹങ്ങൾ വ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ജനീവയിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഉച്ചകോടിയിൽ അല്ലെങ്കിൽ ആ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തങ്ങളുടെ നിലപാട് എന്തൊക്കെയാണ് എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. അമേരിക്ക പറഞ്ഞത് ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റണം. പരിപൂർണമായി ഇറാൻ ഒരു കാരണവശാലും ഇനി ആണവായുധം പ്രയോഗിക്കരുത്, അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കരുത്, ആണവോർജം ഉപയോഗിക്കരുത്, അത് പരിപൂർണമായി ഇല്ലാതാക്കണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ഇറാൻ പറയുന്നത്, പോയി പണി നോക്ക്, ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല, സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഇവിടെ തന്നെ ഉണ്ടാകും, യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ തുടരും, പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് വേണമെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും, അത് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മേലുള്ള പരിപൂർണമായ ഉപരോധങ്ങൾ മാറ്റണം എന്നാണ് ഇറാൻ പറയുന്നത്. ഇതാണ് ഇറാൻ്റെ വജ്രായുധം. അമേരിക്ക നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിട്ടും കൂടുതൽ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടും കൂടുതൽ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളടക്കം മേഖലയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടും ഒന്നും ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, പിന്നോട്ട് മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതേസമയം ഇസ്രായേലും
ഒരു വലിയ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇസ്രായേലിന് നേരെയും ആക്രമിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ യുദ്ധം ആരംഭിക്കുന്നത് അമേരിക്കയായിരിക്കാം, പക്ഷേ ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാനായിരിക്കുമെന്നാണ്. ഇതോടുകൂടി ട്രംപിൻ്റെ സകല കിളിയും പറക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ഒരു വെല്ലുവിളി നടത്തി ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് നിങ്ങളെ തീർക്കും, വലിയ നഷ്ടം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള കൂടുതൽ സന്നാഹങ്ങളൊക്കെ വിന്യസിച്ചുകൊണ്ട് ഇറാനെ അപകടത്തിലാക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ച് ഇറാനെ വരുതിയിൽ കൊണ്ടുവരാനുള്ള അവസാന നീക്കങ്ങളും തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇറാൻ. അവരവരുടെ നിലപാട് തന്നെ അവരുടെ വജ്രായുധമാക്കിയിരിക്കുകയാണ്. എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ഞങ്ങൾ നിങ്ങളുടെ വരുതിയിൽ വരില്ല, ഞങ്ങളുടെ നിലപാട് അതുപോലെ തന്നെ ഉറച്ചു നിൽക്കും, ഞങ്ങളുടെ സൗകര്യത്തിനെ ഞങ്ങൾ കരാറിൽ ഒപ്പിടും എന്ന് ഇറാൻ പറഞ്ഞതോടെ അമേരിക്കയ്ക്ക് ഇനി രക്ഷയില്ലാത്ത സാഹചര്യമാണ്. ഇറാനെ വരുതിയിൽ വരുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സമാധാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ സമാധാനത്തിൽ മുന്നോട്ട് പോകാം എന്ന് ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല. ട്രംപിനെ സ്വാഹയാക്കിക്കൊണ്ട് ഇറാൻ്റെ മിന്നൽ നീക്കങ്ങൾ ചർച്ചയ്ക്ക് മുന്നേ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.